ഹായ്, നമസ്കാരം കൂട്ടരെ. കഴിഞ്ഞ ദിവസം വലിയൊരു വെളുപ്പിക്കലിന് ഒരു ശ്രമം നടത്തി അവസാനം സ്വയം കുഴി വീണ ഒരാളുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ മേജർ രവി തന്നെയാണ്. മേജർ രവി കഴിഞ്ഞ ദിവസം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ലൈവ് വന്നിരുന്നു. അപ്പോൾ ആ ലൈവ് വന്നതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹം മോഹൻലാലിനെ മാക്സിമം കഴിഞ്ഞ ദിവസം നടന്ന ഈ എമ്പുരാൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ നിന്ന് വെളുപ്പിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ പുള്ളി നല്ല ഒന്നാം തരമായിട്ട് കുഴി വീണിരിക്കുകയാണ്. വേറൊന്നുമല്ല, മേജർ രവി പറഞ്ഞത് മോഹൻലാൽ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥ കേട്ട് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഈ തിയേറ്റർ റിലീസിന് മുമ്പ് ഇദ്ദേഹം സിനിമ പൂർണ്ണമായി കാണാറില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീർത്തിചക്രമുള്ള 5-6 സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. ആ സിനിമയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. റിലീസിങ്ങിന് മുമ്പ് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ മേജർ രവി പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മിസ്റ്റർ മേജർ രവി, താങ്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു സാധനം ഇരിപ്പുണ്ട്. അതിനകത്ത് മോഹൻലാലിൻ്റെ നമ്പരും ഉണ്ട്. താൻ ഈ ലൈവ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ഫോണെടുത്ത് കറക്കി ആ മോഹൻലാലിനെ വിളിച്ച്, എടാ ലാലേ, താൻ ഈ സിനിമ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് തൻ്റെ കയ്യിൽ കുരു വല്ലതും ഉണ്ടായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താൻ പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക്. മോഹൻലാലിന് ഈ പടം റിലീസിന് മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കേട്ടല്ലോ, ഇത് താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പം സത്യാവസ്ഥ ഒന്നും അറിയാതെ ചുമ്മാതെ വന്നിരുന്ന് ലൈവൊക്കെ പറയുമ്പോൾ ഓർക്കണം, ആയിരക്കണക്കിന് ക്യാമറകൾ മോഹൻലാലിൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും. എവിടെ പോയാലും അങ്ങനെ എവിടെ ചെന്നിറങ്ങിയാലും ക്യാമറ ഉണ്ടായിരിക്കും. അതിൽ പറയുന്ന ഓരോ വാക്കുകളും റെക്കോർഡായിരിക്കും. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോമിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൂടെ താനത് കേട്ട് നോക്ക്. എന്നിട്ട് താൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. തന്നെപ്പോലൊരു അത്യാവശ്യം ആൾക്കാർ അറിയുന്നതും ബഹുമാനിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ വീഴുമ്പോൾ, അപ്പം അത് മിനിറ്റുകളുടെ ആയുസേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി തനിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പാളിപ്പോയി. ഇനിയിപ്പോൾ മോഹൻലാൽ പറഞ്ഞൂടെ കാണാം, റിലീസിങ്ങിന് മുമ്പ് പറഞ്ഞ വാക്കാണ് കേട്ടോ. അതുകൂടെ ഒന്ന് കേട്ട് നോക്കും. ഒക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്. എങ്ങനെ ഇരിക്കുന്നു? അപ്പം താനാരായി? ഇതാണ് പറയുന്നത്. ഫേസ്ബുക്കിലൊക്കെ വന്ന് ലൈവൊക്കെ ഇടുന്നതിന് മുമ്പ് ആ കയ്യിലിരിക്കുന്ന സാധനം എടുത്ത് ഒന്ന് കുത്തി വിളിക്കണം കേട്ടോ.